ശ്രീശാന്തിന്റെ കുറ്റവിമുക്തി മറ്റാരെക്കാളും കുഴപ്പത്തിലാക്കിയത് കെ.എം. മാണിയെയാണ്. ബാർക്കോഴ എന്ന് കേട്ടയുടനെ തന്റെ നേരെ വാളെടുക്കുന്നവരെ നാഴികയ്ക്ക് 40 വട്ടം ശരിപ്പെടുത്താനിറങ്ങുന്ന ആളാണല്ലോ മാണി. എന്നാൽ ശ്രീശാന്തിനെ പണ്ട് ദില്ലി പോലീസ് പിടികൂടി എന്ന് ആരോ പറഞ്ഞു കേട്ടയുടനെ കാരുണ്യ ലോട്ടറിയുടെ അംബാസഡർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പരസ്യം പിൻവലിക്കുകയും ചെയ്തത് അന്നുതന്നെ വിവാദത്തിലായതാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ശ്രീശാന്തും ഓർക്കുന്നത് അതിനുശേഷം കെ.എം. മാണിക്ക് വന്നു ചേർന്ന അവസ്ഥയാണ്. ബാർക്കോഴയും നാടകങ്ങളും കസേരപ്പുറത്ത് അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ശ്രമവും എല്ലാം ശ്രീശാന്തിനെ കുഴപ്പത്തിലാക്കിയതിനുള്ള ശിക്ഷ പോലെയാണ് മാണിക്ക് തിരിച്ചും പണി കിട്ടിയത്. ആണോ? അല്ല, അത് കേസ് നടക്കുമ്പം അതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് മാത്രമായിരിക്കുമോ എന്നറിയില്ല. വ്യക്തിപരമായ കാര്യത്തിലേക്കും കിടക്കുന്നില്ല. അദ്ദേഹത്തെ കുറിച്ചും പലതും ഞാൻ അവരോടൊക്കെ കേട്ടിരുന്നു. സത്യമാണെന്നെല്ലാം ബോംബെയിലായിരുന്നു. അതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ടും കസേര ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. എത്ര നാളെ പിടിച്ചിരിക്കും നോക്കട്ടെ. കാരുണ്യത്തെ ലോട്ടറിയിൽ കുറെ പേർക്ക് ലക്ഷങ്ങൾ കൊടുത്താണ് കാരുണ്യ ലോട്ടറി ചെയ്തെന്നും അറിഞ്ഞു. 1 ലക്ഷമൊന്നും എൻ്റെ കാലിൽ രണ്ടും ആ ആഡൊന്ന് പ്രത്യേകം കാണണം, മറക്കരുത്. കാരണം എൻ്റെ 2 കാലം സർജറി ചെയ്ത് വെച്ചിരുന്ന കാലിൽ വീൽ ചെയറിലുള്ള സമയത്താണ് ആ ആഡ് ചെയ്യുന്നത്, എന്നെ എണീറ്റ് നിന്ന്. അതിപ്പം ഞാൻ ആക്ച്വലി അത് ചെയ്തത് കേരള ഗവൺമെന്റും അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതുകൊണ്ട് മാത്രമാണ്. അച്ഛനും അറിയും, ഒറ്റ രൂപ പോലും മേടിച്ചിട്ടുമില്ല അവരുടെ, അല്ല നമ്മുടെ ഗവൺമെന്റ് ആയിരുന്നു. അതിന് ബിഗസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം. 2011 വേൾഡ് കപ്പ് വെച്ച് ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. എല്ലാ ഗവൺമെന്റും എല്ലാവർക്കും. ശ്രീശാന്തിന് എന്തിനാണ് പൈസ? ശ്രീശാന്ത് കോടീശ്വരൻ അല്ലേ എന്ന് ചോദിച്ച കുറെ വ്യക്തികളുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിലും ബാർക്കോഴയും ശ്രീശാന്ത് പറഞ്ഞതുപോലെ കസേരയിൽ കയറിയുള്ള ഈ അള്ളിപ്പിടുത്തവും എത്ര ചർച്ച ചെയ്താലും മലയാളികൾക്ക് മടുക്കില്ല എന്നായിട്ടുണ്ട്. ഉഴവൂർ വിജയനെ പോലുള്ളവർ നാടുനീളെ പറഞ്ഞു നടക്കുകയായിരുന്നല്ലോ. ധനകാര്യമന്ത്രിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്നും പറഞ്ഞു പുള്ളി ഇപ്പോൾ ജയിച്ചു നിൽക്കുകയാണ്. വിജിലൻസ് അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് 5 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത് 1 കോടിയെ കിട്ടിയുള്ളൂ. ഇനി ഈ വിജിലൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാക്കി 4 കോടി കിട്ടിയില്ലെങ്കിൽ ചീറ്റിങ്ങിന് കേസ് കൊടുക്കും എന്നുള്ള നിലയിലാണ് മാണി സാറ്. അദ്ദേഹത്തിന് മംഗളപത്രവും പുതിയ എന്തോ സ്മരണിക ഇറക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം, ഓർമ്മകൾ, ബിജു രമേശൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലേഖനങ്ങൾ എഴുതുന്നത്. സരിത എസ് നായരെ പോലുള്ളവരുടെ കവിതയും കൂടിയായാൽ ഗംഭീരമാകും. എന്തായാലും ബാർക്കോഴയും അനുബന്ധ നാടകങ്ങളുമെല്ലാം അവസാനിച്ച സ്ഥിതിക്ക് വിശുദ്ധ മാണി സാറിനെ അത്യുന്നതങ്ങളിൽ എത്തിക്കാനുള്ള ചർച്ചയാണ് നിയമസഭയിൽ കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിഖ്യാതമായ ലഡു ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് കോരിത്തരിപ്പിക്കുന്ന വാഴ്ത്തുപാട്ടുകൾ രൂപപ്പെട്ടത്. നാടായ നാട്ടിലുള്ള നികുതിയെല്ലാം കൂട്ടി ജനത്തോട് 13ാം ബജറ്റിലൂടെ കലിപ്പ് തീർത്ത മാണി ചരിത്രത്തിൽ ഇടം നേടുമെന്ന് ടി.എൻ. പ്രതാപനും CP മുഹമ്മദും മറ്റും ആണയിട്ട് പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ, BJPയുടെ സംഘപരിവാർ ശക്തികൾ ഗാന്ധിയെ തള്ളിപ്പറയാ മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെയെ ദൈവമാക്കി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് ആരാധനാലയം പണിയുകയും ചെയ്യാണ്. പ്രിയപ്പെട്ട മാണി സാറ് ഗാന്ധിയാണോ ധരിക്കുന്നത് എന്നാണ് വിശ്വാസം. മാണി സാറ് കേരള കോൺഗ്രസ് ആണെങ്കിലും മാണി സാറിന്റെ രക്തം കോൺഗ്രസ് ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. അദ്ദേഹത്തിന്റെ പിന്നെ കർഷക സിദ്ധാന്തവും മഹാത്മാഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മാണി സാറിന്റെ കർഷക സിദ്ധാന്തവും. അതുകൊണ്ട് മാണി സാറ് അധ്വാന വർഗ സിദ്ധാന്തം എന്ന കർഷക സിദ്ധാന്തം മാണി സാറ് മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ടാവാം. അതുകൊണ്ട് മാണി സാറെ അങ്ങ് ഗാന്ധിക്ക് നികുതി ഏർപ്പെടുത്തിയാൽ ആരെങ്കിലും അങ്ങയെ ഗാന്ധി നിന്ദ കാണിക്കുന്ന ആളാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇടയുണ്ടാകും. മാണി സാറ് ഗാന്ധി നിന്ദ കാണിക്കുന്ന ആളാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് ഗാന്ധിക്ക് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച നികുതി നിർബന്ധമായും ഒഴിവാക്കണം. ആ 100 രൂപ പിരിച്ചുകൊണ്ട് മാണി സാർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഈ സമയത്ത് അതും കൂടെ ഒഴിവാക്കി കൊടുത്താൽ ചരിത്രത്തിൽ ഇടം തൊടും. മാണി സാർ ഒരു പക്ഷേ ചരിത്രത്തിൽ ഇടം നേടാൻ സാധ്യതയുണ്ട്. ഗാന്ധിയുടെ നികുതി ഇപ്പൊ പിൻവലിക്കും, ഉറപ്പാണ്, സാധ്യതയുണ്ട്. അതേപോലെ ഈ വൈദ്യുതി 100 രൂപ 500 രൂപ ആക്കി മാറ്റുന്ന 1500 പേർക്ക് വേണ്ടി ഏർപ്പെടുത്താൻ സാധ്യത. സ്വർണ്ണ വ്യാപാരികൾക്ക്
ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന വാറ്റ് നികുതി കുറയ്ക്കാൻ പാടില്ല. മാണിസാറെ, അത് കുറച്ചാൽ ആളുകൾ ആവശ്യമുണ്ട്. മാണിസാറെ പറ്റി ഇനിയും ദുർവ്യാഖ്യാനം ചെയ്യാം. പ്രതിപക്ഷത്തിനൊരു വടി കൊടുക്കരുത്, പ്രതിപക്ഷത്തിനൊരു അവസരം കൊടുക്കരുത്. ആവശ്യമില്ലാതെ മാണിസാറ് ഈ നല്ല യൗവനകാലത്ത് ഇനി ആവശ്യമില്ലാത്ത പഴി കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. യൗവനകാലം, ഞാൻ യൗവനകാലം എന്ന് ഉദ്ദേശിച്ച മാണിസാർക്ക് മനസ്സിലായിട്ടുണ്ട്. യൗവനകാലം എന്ന് ഉദ്ദേശം എന്താണെന്നുള്ളത്. മാണിസാർ ഒരു കാരണവശാലും ഈ സ്വർണത്തിന് ഏർപ്പെടുത്തിയ വാറ്റ് കുറയ്ക്കരുത്, 1% കുറയ്ക്കരുത്. അത് കുറച്ചാൽ മാണിസാറിന് ആവശ്യമില്ലാത്ത പഴി വീണ്ടും ആളുകളെ ഇന്ന് കേൾക്കേണ്ടി വരും. അങ്ങനെ എന്തിനാ മാണിസാർ ഇങ്ങനെ പഴി സഹായം ചെയ്യാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ വട്ടമിട്ട് പറക്കുന്ന പല ആളുകളും ഇത് കുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമിക്കുന്ന ആളുകളുടെ വലയിൽ വീടാൻ പാടില്ല. ഗവൺമെന്റ് ഖജനാവിലേക്ക് പറഞ്ഞ് പണം വരട്ടെ. അങ്ങനെ എളുപ്പത്തിൽ ബെന്നിച്ചേട്ടൻ അറിയാലോ, അങ്ങനെ പെട്ടെന്ന് വലയിൽ വീഴ്ത്താൻ പറ്റിയ ആളല്ല മാണിസാർ എന്നുള്ള കാര്യം അനുഭവജ്ഞാനം കൊണ്ട് ബെന്നിച്ചേട്ടന് ബോധ്യമുള്ളതല്ലേ. പിന്നെ വേണോ ഈ വട്ടമിട്ട് പറക്കുന്ന ഈ സ്വർണ്ണ വ്യാപാരികളായ ആളുകളുടെ വലയിൽ വീഴാൻ മാണിസാർ? അങ്ങനെ മാണിസാറെ അണ്ടത്താണ് അങ്ങനെ മാണിസാറിനെ ആ വലയിൽ നമ്മളിപ്പോ വീഴ്ത്തണ്ട. ഈ ടാക്സ് എന്തായാലും വാറ്റ് ടാക്സ് കുറഞ്ഞു, നിലനിർത്താൻ കുറയ്ക്കരുത്. ഞാൻ ഒരിക്കൽ കൂടി മാണിസാറേ, അത്തരം ദ്രോഹകരമായ നയത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു. അതേപോലെ തന്നെ കുംഭകോണം അതുപോലുള്ള ഒട്ടേറെ കുംഭകോണങ്ങളുടെ ഉടമയാണല്ലോ നമ്മുടെ ധനകാര്യമന്ത്രി. അപ്പോൾ ആ നയങ്ങളെ എല്ലാം തന്നെ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വാക്കൗട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചർച്ചയ്ക്ക് പോകരുത്. സാർ, ഞാൻ വളരെ ഉദാരമനസ്കനായതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്. കെ എം മാണിക്ക് ഇതിൽ പരം ഒരു നിർവൃതി ലഭിക്കാനുണ്ടോ? ഇമാതിരി ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടെങ്കിൽ പേടിക്കാനേ ഇല്ല. വിശുദ്ധ കെ എം മാണിയെ കോൺഗ്രസുകാർ രക്ഷിക്കട്ടെ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഉഴവൂർ ഫലിതങ്ങൾ. മാണിസാറാണ് നിയമമന്ത്രി. അദ്ദേഹം പാലായിലെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആരെങ്കിലും ചെറുപ്പക്കാർ വന്നാൽ പറയും, നിന്നെ ഞാൻ പ്രോസിക്യൂട്ടർ ആക്കൂടാ.